അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. Most respected today's inaugurator Sheikh Abdul Latif Al-Kindi, the president of Ahle Hadith Kashmir, നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി, ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ആമുഖ പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സദസ്സിലും മറ്റും ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യായ ജ്യേഷ്ഠ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺവെക്കേഷൻ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. In this occasion, we are so happy in the presence of our great leader, great scholar, Sheikh Abdul Latif Al-Kindi. We know that he is a very well-known, renowned research person and also a Selfi scholar. Sir, we need your presence and blessings and also your advice for our students. All our students are multi-talented. They are qualified many of the competitive exams. They are trying for the future education abroad and in many central universities of India also. I think your presence is in 3 days here. For our students, for our teachers, we need your support and advice. Your presence in this inauguration session, this program is noticing all over the world. As a well-known scholar, from different persons throughout the India, they are noticing his speech and everything. Alhamdulillah, ഏറ്റവും ബഹുമാന്യായ ഒരു വ്യക്തിത്വം നമുക്ക് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദ്യാർത്ഥികൾ, എന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കുട്ടികളെയൊക്കെ നമ്മളൊക്കെ പല സമയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജാമിയ അൽ ഹിന്ദിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോട് തോന്നുന്ന ഇഷ്ടം 10 മടങ്ങ് കൂടുതലാണ്. കാരണം അവർ അള്ളാഹുവിൻ്റെ ദീനാണ് രാവും പകലും ഇവിടെ പഠിച്ച് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം AI കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് ആളുകളും പല നിലക്കുള്ള അറിവുകൾ നേടുന്നുണ്ടെങ്കിലും ദീനിയായ അറിവ് ലഭിക്കുക എന്നുള്ളത് നിങ്ങളെ കാണുമ്പോൾ തന്നെ ആ ഒരു ബഹുമാനവും ആദരവും തോന്നാൻ സാധിക്കുന്ന ഒന്നാണ്. ഇവിടെ ചെറിയ ചെറിയ അറിവുകളല്ല നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ലോകത്തിലെ ഏത് സിലബസിനെയും കവച്ചു വെക്കുന്ന രൂപത്തിൽ ഏറ്റവും ഭംഗിയായി കേരളത്തിലെ പല സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ സിലബസുകൾ ഓരോന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് രാജ്യത്തെ ഏത് എക്സാമുകൾ എഴുതി ക്വാളിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സിലബസാണ് നമ്മുടെ ഈ ജാമിയ അൽ ഹിന്ദ് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നൂറുകണക്കിന് കുട്ടികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സര പരീക്ഷകൾ ജയിച്ച് മുന്നേറുന്നത്. കുട്ടികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കരസ്ഥമാക്കിയ അറിവ് എന്ന് പറയുന്നത് വേറെ ഏത് അറിവിനേറ്റവും കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതല്ല. സ്വാഭാവികമായും മറ്റ് പല അറിവുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിലും, ഇനി ഡ്രഗ് ഡെലിവറിയുടെ കേസിലാണെങ്കിലും റോബോട്ടിക്സിൻ്റെ കേസിലാണെങ്കിലും ഏത് മേഖലകളിലായിരുന്നാലും ഇപ്പോൾ ഞാൻ വരുന്നത് IVF-മായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനുമായി ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ റിസർച്ചുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും വേറെ ഒന്നിനും ലഭിക്കില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞവരാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം അത് പാലിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആശംസകളും ഈ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.